ഫ്രണ്ട്സ്, ഞാനൊരു വെള്ളയപ്പം ഉണ്ടാക്കിയെന്ന് കേട്ടോ. വൈകുന്നേരത്തെ ചായക്കാണ് വെള്ളയപ്പം ചമ്മന്തി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ വെള്ളയപ്പത്തിൻ്റെ ദോശ ചുടുന്ന ആ പരുവത്തിൽ നമ്മൾ മാവരച്ചിട്ട് അല്പം ചോറ്, തലേത്തെ ചോറാണെങ്കിൽ നമുക്ക് നല്ലതാണ്. നമ്മൾ തലേ ദിവസത്തെ ചോറാണെങ്കിൽ നമുക്ക് വെള്ളയപ്പത്തിന് നല്ല ഫസ്റ്റാണ്. തലേ ദിവസത്തെ ചോറ് കുറച്ച് നമുക്ക് അതിലേക്ക് ഇട്ടാൽ മതി. കുറച്ച് തലേ ദിവസത്തെ ചോറ് നമുക്ക് ഇതിലേക്ക് അരച്ചിട്ട് പച്ചരി അരക്കുമ്പോൾ നമുക്ക് തലേ ദിവസം ചോറ് അരച്ചിട്ട് നമുക്കിതിൻ്റെ കൂടെ കൂട്ടാം. നമുക്ക് തലേ ദിവസത്തെ പച്ചരി അരക്കുമ്പോൾ നമ്മൾ പച്ചരി കുതിർത്ത് അരക്കുമ്പോൾ അതിന് കുറച്ച് ചിലവർ തേങ്ങയുടെ വെള്ളമൊക്കെ ഒഴിക്കും, അല്ലെങ്കിൽ കള്ളൊഴിക്കും. തേങ്ങയുടെ വെള്ളമോ കള്ളൊക്കെ ഒഴിക്കും. നമ്മൾ തേങ്ങയുടെ വെള്ളം കള്ളൊന്നും ഒഴിച്ചിട്ടൊന്നുമില്ല. ഞാനതൊന്നും ഒഴിച്ചില്ല. ഞാനിപ്പോൾ തൽക്കാലം ചോറ് അരച്ചിട്ട് കൂട്ടിയത് കുറച്ച് പഞ്ചസാര ചേർത്തിന്. അതുപോലെ കുറച്ച് ചോറ്, തലേ ദിവസത്തെ ചോറാണ് അരച്ച് കൂട്ടിട്ടോ, വെള്ളച്ചോറ്. അല്ലാതെ മട്ടനരി അരിയൊന്നും അതിൽ അരച്ചിട്ടൊക്കെ അല്ലേ. മട്ടനരി ചോറിനരി അരി അരച്ചിടാൻ പാടില്ല. ചുവപ്പരില്ല, ചോറിനരി അത് അരച്ചിടാൻ പാടില്ല. അപ്പം നമ്മൾ മട്ടനരിയുടെ ചുവന്നരിയോ അങ്ങനത്തെ ഒന്നും ഇതിൽ അരച്ചിടാൻ പാടില്ല. അതിന് ചോറിട്ട് കൂട്ടാൻ പാടില്ല. ഇനി നമ്മൾ സാധാരണ സ്റ്റോറിൻ്റെ അരിയിലെ വെള്ളച്ചോറ്, അത് തലേ ദിവസത്തെ പിന്നെ ചോറ് വെക്കുന്നതിൻ്റെ പുതിയ ചോറായാലും പ്രശ്നമില്ല. തലേ ദിവസത്തെ ചോറ് കുളുത്തു എന്നൊക്കെ പറഞ്ഞില്ലേ, കുളുത്തോറ്. ആ തലേ ദിവസം നല്ല തണുത്ത ആ ചോറ് നല്ല പുളി കിട്ടും. അപ്പോൾ അതിന് നമ്മൾ ഇതിൽ കിടന്നിറങ്ങുന്ന വെള്ളവും കള്ളൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് അത് തന്നെ ആക്കിയിട്ട് നമുക്ക് ഉഴുന്നരിപ്പം കൂട്ടണമെന്നില്ല. ചില ഉഴുന്നരിപ്പെല്ലാം കൂട്ടി ഇറക്കാറുണ്ട്. അത് വേണമെന്നൊന്നുമില്ല. ഇതന്നെ നല്ല പുളിയെല്ലാം കിട്ടും, കള്ളിൻ്റെ നല്ല ഇതിൽ കിട്ടും. അപ്പോൾ നമ്മൾ ഇതെല്ലാം കുറച്ച് സമയം വെച്ചിട്ട്, രാവിലെ അരച്ചിട്ടോ ഒക്കെ കുറേ സമയം വെച്ചിട്ട് ഒരു മണിക്കൂറങ്ങ് വെച്ചിട്ട് ശേഷം നമുക്കിത് എടുത്തിട്ട് നമുക്ക് ഈ എന്താ പറയുക, നമ്മളെ ഈ ചട്ടിയിലേക്ക് നമ്മളെ വെള്ളയപ്പ ചട്ടിയിൽ നമുക്കിത് പോരാം. നന്നായിട്ട് വെള്ളയപ്പം നല്ല നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണ്, നല്ല വെള്ളയപ്പമായിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ ഇതേ ഈ ഒരു പരുവത്തിലാണ് നമ്മൾ വെള്ളയപ്പം ചുടേണ്ടത് കേട്ടോ. അധികം കട്ടി കുറയാനും പാടില്ല. അപ്പം നമുക്ക് കിട്ടൂല, നോൺ സ്റ്റിക്കെല്ലാം കിട്ടൂല. നല്ല വെള്ളയപ്പായി, അടിപൊളി വെള്ളയപ്പായി. എനിക്ക് ചുറ്റിയിട്ടാക്കുന്നൊന്നും കാണിക്കാനില്ല. ഇപ്പോൾ വീഡിയോയിൽ ഒറ്റയ്ക്ക് എടുക്കുന്ന വീഡിയോസൊന്നും പറ്റുന്നില്ല. വേറെ ആരും ഞാൻ ഒറ്റക്കനെ എടുക്കുന്ന വീഡിയോസും അത് പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെ അത് കട്ടാക്കിയിട്ട് എനിക്ക് ചുറ്റി കഴിഞ്ഞിട്ട് എനിക്ക് കാണിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ വെള്ളയപ്പം നമ്മൾ ഉണ്ടാക്കിയിട്ട് പച്ചമ്മന്തി ഉണ്ടാക്കി കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കുന്നതാണ്. വൈകുന്നേരം ചപ്പാത്തിയൊക്കെയാണ് അവർക്ക് കൊടുക്കൽ. ഇന്നിപ്പം ചപ്പാത്തി ഉണ്ട്, പക്ഷേ അപ്പോൾ അവർക്കൊരു വെള്ളയപ്പം ഉണ്ടാക്കിയിട്ട് കൊടുക്കുക വെച്ചാൽ അങ്ങനെയാണ് നമ്മൾ വെള്ളയപ്പം ഉണ്ടാക്കുന്നുണ്ടോ. നല്ല അടിപൊളി വെള്ളയപ്പമല്ലേ. അതിൻ്റെ കൂട്ടൊക്കെ കൃത്യമായിട്ടുണ്ടാവുന്നുണ്ടെങ്കിൽ അടിപൊളി ചുടാൻ പറ്റും. നല്ല സോഫ്റ്റ് ഉണ്ട്. പിന്നെ ഓരോരുത്തരും ഓരോ തരത്തിലേക്കും വെള്ളയപ്പം ഉണ്ടാക്കും. ഞാനിങ്ങനെ ഉണ്ടാക്കൽ. അപ്പോൾ എൻ്റെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, അതുപോലെ കമൻസൊക്കെ ഇടണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെടാൻ അടുത്ത വീഡിയോയിൽ വേറെ ഒരു ഐറ്റംസായിട്ട് വരുന്നതായിരിക്കും. ഇപ്പം ഞാൻ നിങ്ങൾക്ക് ഇതൊന്നും കൂടെ വെള്ളയപ്പത്തിന് കാണിച്ചു തരാം. സ്റ്റോപ്പ് ചെയ്തൊന്നുമില്ല, നമുക്ക് ഇനിയും വെള്ളയപ്പം ചുടാം.
അപ്പം നമുക്ക് വെള്ളപ്പൊക്കെ ചുട്ടിട്ട് ഇതിന് കുറച്ചും എടുക്കാണ്ട് ഞാനിപ്പോൾ ഇത്രയും കാണിക്കുന്നുള്ളൂ. അതിനും കുറച്ച് ചൂടാണ്ട്. അപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണുമ്പോൾ ബായ്.